തന്നെ വളരെ വ്യത്യസ്തമായ സംഗീത സംവിധാന ശൈലി കൊണ്ട് ഒരു കാലത്ത് മലയാള സിനിമാ ലോകത്ത് ജ്വലിച്ചു നിന്ന സംഗീത സംവിധായകനാണ് മോഹൻ സിത്താര. ദീപസ്തംഭം മഹാശ്ചര്യം എന്ന ചിത്രത്തിലെ എന്റെ ഉള്ളുടുക്കും കൊട്ടി നിൻ കഴുത്തിൽ മിന്നും കെട്ടി, അതുപോലെ സുരേഷ് ഗോപി ചിത്രം സുന്ദരപുരുഷനിലെ തുറക്കാത്ത പൊൻവാതിൽ തുറന്നു ഞാൻ തന്നിട്ടും തുടങ്ങി നിരവധി ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച വ്യക്തിയാണ് അദ്ദേഹം. പെട്ടെന്നൊരു ദിവസം സിനിമാ ലോകത്ത് നിന്ന് മോഹൻ സിത്താര അപ്രത്യക്ഷനാവുകയായിരുന്നു. ഈയിടെ പുറത്തിറങ്ങിയ എഴുത്തോല എന്ന സിനിമയിലൂടെ രണ്ടാം വരവിനൊരുങ്ങുകയാണ് അദ്ദേഹം. എഴുത്തോലയിലെ ആ ആ ഇ ഈ എന്ന പാട്ട് വ്യഞ്ജനാക്ഷരങ്ങളിൽ തുടങ്ങുന്നതാണ്. സംഗീതം ആദ്യം അഭ്യസിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന മായാമാളവ ഗൗള രാഗത്തിൽ തന്നെ ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് തന്റെ രണ്ടാം അരങ്ങേറ്റം സൂചിപ്പിക്കാനായിരുന്നെന്ന് മോഹൻ സിത്താര പറഞ്ഞിട്ടുണ്ട്. നീണ്ട 11 വർഷത്തിനൊടുവിൽ തന്നെ താനാക്കിയ സംഗീത ലോകത്തേക്ക് തിരിച്ചുവരവിനൊരുങ്ങുകയാണ് അദ്ദേഹം. 11 വർഷം എന്നത് ഒരിക്കലും ഒരു ചെറിയ സമയമല്ല, പ്രത്യേകിച്ച് ഒരു കാലത്ത് കത്തി നിന്നൊരു സംഗീത സംവിധായകന്. ഇത്രയും നാൾ അദ്ദേഹം എവിടെയായിരുന്നു? സിനിമാ ലോകം അദ്ദേഹത്തെ മറന്നതാണോ, അതോ പ്രാണനെ പോലെ അദ്ദേഹം കൂടെ കൂട്ടിയ സംഗീതത്തെ കുറച്ചു നാളത്തേക്കെങ്കിലും മോഹൻ സിത്താര മാറ്റി നിർത്തിയതാണോ? 1986 മുതലാണ് ചലച്ചിത്ര രംഗത്ത് മോഹൻ സിത്താര സജീവമാകുന്നത്. മോഹൻലാലിനെയും ആശാ ജയറാമിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രഘുനാഥ് പാലേരി സംവിധാനം ചെയ്ത 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിലെ രാരി രാരീരം രാരോ എന്ന ഗാനത്തിന് വേണ്ടിയാണ് മോഹൻ സിത്താര ആദ്യമായി സംഗീത സംവിധായകന്റെ കുപ്പായം അണിയുന്നത്. ഈ ഗാനം സൂപ്പർ ഹിറ്റായിരുന്നു. അതിനുശേഷം TK രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ 1989 പുറത്തിറങ്ങിയ ചാണക്യൻ എന്ന ഹിറ്റ് ചിത്രത്തിന്റെ ഭാഗമായിരുന്നു മോഹൻ സിത്താര. അവസാനമായി 2013 പുറത്തിറങ്ങിയ അയാൾ എന്ന സിനിമയിലെ ഗാനത്തിന് വേണ്ടിയാണ് മോഹൻ സിത്താര അവസാനമായി ഈണമിടുന്നത്. അതിനുശേഷം ചിലതൊക്കെ ചെയ്തെങ്കിലും അതൊന്നും പുറത്തിറങ്ങാതെ പോയി. പിന്നീട് ആരും വിളിക്കാതെയായി. എല്ലാ വിളികളും നിലച്ചപ്പോൾ നിശബ്ദതയുടെ പുതിയ ലോകം അദ്ദേഹം സ്വയം തിരഞ്ഞെടുത്തു. കൂട്ടിന് എഴുത്തും. മനസ്സിനെ ബാധിച്ച ബുദ്ധിമുട്ടുകൾ പതുക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തെയും ബാധിച്ചു തുടങ്ങി. പിന്നീട് കുറച്ചു മാസങ്ങൾക്ക് മുന്നേ ദിവസങ്ങളോളം രോഗശയ്യയിലായിരുന്നു അദ്ദേഹം. ഇതിനിടയിൽ സംഗീത ലോകത്തെ ട്രെൻഡിനൊപ്പം കിടപിടിക്കുന്ന പുതിയ സംഗീത സംവിധായകരെത്തി. സിനിമാ ലോകം പാടെ മാറി. നല്ല കാലത്ത് ഒപ്പം നിന്നവരാരും ഒന്ന് വീണുപോയപ്പോ കൈപിടിച്ചു കയറ്റാൻ ഇല്ലാതെയായെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പോലും അദ്ദേഹത്തിന് വർഷങ്ങൾ വേണ്ടി വന്നു. അപ്പോഴെല്ലാം താങ്ങായി ഒപ്പം നിന്നത് കുടുംബമായിരുന്നെന്ന് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻ സിത്താര പറയുന്നുണ്ട്. മകൻ അവിൻ സംഗീത സംവിധായകനായും ഗായകനായും അച്ഛനൊപ്പമുണ്ട്. കീബോർഡ് ആർട്ടിസ്റ്റ് കൂടിയാണ് അവിൻ. 2013 പുറത്തിറങ്ങിയ സക്കറിയായുടെ ഗർഭിണികൾ എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് പാട്ടായ വെയിൽ ചില്ല പൂക്കും നാളിൽ എന്ന ഗാനം സംഗീതം നൽകി ജോത്സ്നയ്ക്കൊപ്പം പാടിയത് അവിനാണ്. കുംഭസാരം, ബഷീറിന്റെ പ്രേമലേഖനം എന്നീ സിനിമകൾക്ക് വേണ്ടിയും സംഗീത സംവിധായകനായിട്ടുണ്ട് അവിൻ. തമിഴ് സിനിമകളിലും അവിൻ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അച്ഛന്റെ പാട്ടുകൾക്ക് ഓർക്കസ്ട്ര ചെയ്യുന്നത് അവിനാണ്. മോഹൻ സിത്താരയുടെ ഗാനങ്ങൾ എന്നും മലയാള സംഗീത ആസ്വാദകർക്ക് പ്രിയങ്കരങ്ങളാണ്. അർഹിക്കുന്ന അംഗീകാരം മോഹൻ സിത്താരയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നതാണ് വസ്തുത. ഇനിയും അദ്ദേഹത്തിന്റെ മനോഹരമായ ഗാനങ്ങൾ കേൾക്കാൻ നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. സംഗീതത്തിന്റെ മാന്ത്രികന് എല്ലാവിധ ആശംസകളും.